Hi students, welcome back to Region PSK Tele classes. In the last section we discussed two types of equilibrium constants. That is equilibrium constant in terms of concentration, equilibrium constant in terms of partial pressure. അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിൻ്റെയും റിലേഷനും കൂടെ നോക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കെ സി ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ കെ പി ഉണ്ട്. ദാറ്റ് ഈസ് കെ സി ഈസ് equilibrium constant in terms of concentration and Kp is equilibrium constant in terms of partial pressure of reactants and products. Okay? അപ്പോൾ അവർ നമ്മൾ റിലേഷൻ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. അപ്പോൾ നമുക്കിതിനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൻ ജി. ഓക്കെ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ ജി. നമ്മൾ ഡെൽറ്റ എൻ പറഞ്ഞപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്നാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ബൈ മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് എന്നാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽറ്റ എൻ ജി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് moles of gaseous product minus number of moles of gaseous reactants എന്നാണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous product മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous reactants. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാം കേട്ടോ. നമുക്കിവിടെ ഒരു 3 കേസ് പറയാം. ദാറ്റ് ഈസ് കേസ് നമ്പർ 1. ഇഫ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0, നമ്മൾ ഒരു റിയാക്ഷനിൽ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ 0 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്നാണ്. ഇഫ് ഡെൽറ്റ എൻ ബിക്കം 0, നമുക്ക് റിലേഷനിൽ ഈ ഫോമിലെ ഡെൽറ്റ എൻ്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. അപ്പോൾ ആർ ടി ദ ഹോൾ റൈസ് ടു 0, എ റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1 നമുക്കറിയാം. എനിത്തിങ് റൈസ് ടു 0 1 ആണ്. അപ്പോൾ വി ക്യാൻ സേ കെ പി is equal to കെ സി. അപ്പോൾ അവിടെ കെ പിൻ്റെയും കെ സിൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷനിൽ ഇഫ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0, കെ പി ഈസ് ഈക്വൽ ടു കെ സി. അപ്പോൾ അത് സാധാരണ നീറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ കെ പി ഈക്വൽ ടു കെ സി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ റിയാക്ഷനിൽ നമ്മൾ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷനിൽ കെ പി ഈക്വൽ ടു Kc. Okay. Second case, if delta n is greater than 0, ഈ റിയാക്ഷനിൽ ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ കെ സിനെ ആർ ടി ദ ഹോൾ റൈസ് ടു ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കെ പി കിട്ടും. അപ്പോൾ നമുക്ക് പറയാം കെ പി വിൽ ബി ഗ്രേറ്റർ ദാൻ കെ സി. ഓക്കെ, then if delta n is less than 0, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു മൈനസ് ഡെൽറ്റ എൻ എന്നാണ് വരാം. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ വന്നാൽ ആർ ടി നേരെ അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് പോകും. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു സപ്പോസ് ഇറ്റ് ഈസ് -2 ആണെന്ന് വിചാരിക്കുക. ആർ ടി ദ ഹോൾ റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/RT ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ അതെങ്ങനെ വരാം, കെ പി ഈസ് ഈക്വൽ ടു കെ സി ബൈ ആർ ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ കെ പിൻ്റെ വാല്യൂ കെ സിനേക്കാളും കുറഞ്ഞു പോയി അല്ലേ. സോ ഇഫ് ഡെൽറ്റ എൻ ഇസ് ലെസ് ദാൻ 0, ദെൻ വി ക്യാൻ സേ കെ പി ലെസ് ദാൻ കെ സി. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഏത് റിയാക്ഷനിലാണ് കെ പി ഗ്രേറ്റർ, ഏത് റിയാക്ഷനിലാണ് കെ സി ഗ്രേറ്റർ, ഏത് റിയാക്ഷനിലാണ് കെ പി ഈക്വൽ ടു കെ സി. ഓൾ ദീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡെൽറ്റ എൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് 2-3 റിയാക്ഷൻസ് കൺസിഡർ ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ അമോണിയ ഫോർമേഷൻ ദാറ്റ് ഇസ് N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഓൾ ആർ ഗ്യാസസ്, നൈട്രജൻ ഈസ് ഗ്യാസ്. ഓക്കെ, ഇതിൻ്റെ കെ പിൻ്റെ എക്സ്പ്രഷനും കെ സിൻ്റെ എക്സ്പ്രഷനും എഴുതുകയാണെങ്കിൽ കെ സി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞു കെ സി ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ സി ഈസ് ഈക്വൽ ടു കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻസ് മസ്റ്റ് ബി റൈസ്ഡ് ടു ദ പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് എന്നാണ്.
അപ്പോൾ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NH3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റിൽ എന്തൊക്കെയുള്ള നൈട്രജനും ഹൈഡ്രജനും. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ദ ഹോൾ ക്യൂബ്. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ Kc. Kpൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ Kp ഈസ് ഈക്വൽ ടു അമോണിയ പ്രോഡക്റ്റ് ഹൈഡ്രജനും നൈട്രജനും റിയാക്ടൻ്റ്. അപ്പോൾ Kp ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പോൾ എഴുതുമ്പോൾ എന്താണ് പ്രോഡക്റ്റിൻ്റെ പാർഷ്യൽ പ്രഷർ ammonia, that is partial pressure of ammonia the whole square by partial pressure of nitrogen into partial pressure of hydrogen the whole cube. Clear? Then ഇവിടെ Kp ഇപ്പോൾ നമ്മൾ ജസ്റ്റ് Kpൻ്റെ Kcൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഈ റിയാക്ഷനിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? അത് നമ്മൾ Kpൻ്റെ കേസിൻ്റെ റിലേഷൻ അറിയാൻ നമ്മൾ ആദ്യം ചെയ്യണം ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയം ഗ്യാസ് ആണ്. അപ്പോൾ എല്ലാവരും ഗ്യാസ് ആണ്. ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 2 മൈനസ് ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ. അപ്പോൾ 1 + 3 4 2 - 4 ദാറ്റ് വിൽ ബി -2. ഓക്കെ അപ്പോൾ ഡെൽറ്റ എൻ -2 അല്ലേ. അപ്പോൾ ഡെൽറ്റ എൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, എന്ത് പറയാം? Kp ലെസ് ദാൻ Kc. അപ്പോൾ ഈ റിയാക്ഷനിൽ Kpൻ്റെ വാല്യൂ Kcനേക്കാളും കുറവാണ് സിൻസ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓർ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ക്ലിയർ? അടുത്തൊരു റിയാക്ഷൻ H2 പ്ലസ് I2 gives 2Hi. ഹൈഡ്രജൻ ഗ്യാസ് if all are gases, എല്ലാ റിയാക്ടൻസും പ്രോഡക്റ്റ് ഒക്കെ ഗ്യാസ് ആണ്. ഇതിൻ്റെ Kcൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും? Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Hi ദ ഹോൾ സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. ക്ലിയർ? Kpൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ Kp ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് Hi സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് H2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് I2. ക്ലിയർ? വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc? അപ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഡെൽറ്റ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻറ്റ്. ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? 2. 1 മോൾ ഹൈഡ്രജൻ 1 മോൾ അയഡിൻ. ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻസും എത്ര തന്നെയാണ്? 2. അപ്പോൾ 2 - 2 ദാറ്റ് വിൽ ബി 0. അപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ 0 ആയി. വി ക്യാൻ സേ Kp ഈക്വൽ ടു Kc. ഓക്കെ നെക്സ്റ്റ് വൺ N2O4 gives 2NO2. ഇങ്ങനെയാണ് റിയാക്ഷൻ ചോദിക്കുക. N2O4 gives 2NO. ഇതിൻ്റെ Kp എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? Kp ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് NO2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4. റൈറ്റ്? ബോത്ത് ആർ ഗ്യാസസ്. അപ്പോൾ ഗ്യാസ് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യുക. Kcൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? കോൺസെൻട്രേഷൻ ഓഫ് NO2 സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2O4. ഇതാണ് Kpൻ്റെ Kcൻ്റെ എക്സ്പ്രഷൻ. ഇനി Kp Kc റിലേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെൽറ്റ എൻ എഴുതേണ്ടി വരും. അപ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാണ്? 2. 2 - 1 ഡെൽറ്റ എൻ ഈസ് 1. ഡെൽറ്റ എൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം Kp ഗ്രേറ്റർ ദാൻ Kc. ഓക്കെ അപ്പോൾ ഒരു റിയാക്ഷൻ തന്നാൽ എങ്ങനെ Kcൻ്റെ എക്സ്പ്രഷൻ എഴുതും, എങ്ങനെ Kpൻ്റെ എക്സ്പ്രഷൻ എഴുതും നമുക്കറിയാം അല്ലേ? Kp എങ്ങനെ എഴുതും, Kc എങ്ങനെ എഴുതും. ആ റിയാക്ഷനിൽ Kpൻ്റെയും Kcൻ്റെ റിലേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കി. നമ്മൾ ഇക്വിലിബ്രിയത്തെ സ്റ്റാർട്ടിങ്ങിൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ 2 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞു, ഫിസിക്കലും കെമിക്കലും. കെമിക്കൽ ഇക്വിലിബ്രിയം വീണ്ടും നമ്മൾ 2 ക്ലാസ് ചെയ്തു, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം അല്ലേ? ദാറ്റ് ഈസ് എല്ലാ സബ്സ്റ്റൻസസും റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരുടെയും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആയിരുന്നു. ദെൻ ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതൊക്കെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് ഗേഷ്യസ് സബ്സ്റ്റൻസ് ഉള്ളതാണ് പറഞ്ഞേക്കണേ. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം വിച്ച് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. എല്ലാ സബ്സ്റ്റൻസും ലിക്വിഡ് ആയിട്ടൊരു ഹോമോജീനിയസ് ഇക്വിലിബ്രിയം നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കോ. CH3COH plus C2H5OH gives
CH3COOC2H5 plus H2O. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് എസ്റ്ററും വാട്ടറും ഫോം ചെയ്യും. ഇത് എസ്റ്റർ ഫോർമേഷനാണ് നടക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണിത്. അസറ്റിക് ആസിഡ് ലിക്വിഡ് ആണ്. എത്തനോൾ ലിക്വിഡ്, ഈത്തൈൽ അസറ്റേറ്റ് ലിക്വിഡ്, വാട്ടർ ലിക്വിഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ സബ്സ്റ്റൻസസും എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ദിസ് ഈസ് എൻ ഇക്വേഷൻ ഓർ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതിൻ്റെ കെ സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതാ വെച്ചാൽ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. നമ്മൾ സാധാരണ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നതെങ്കിലും ആക്ച്വലി ദാറ്റ് ടേം ദാറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പോർഷൻ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ആക്റ്റീവ് മാസ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് CH3COOC2H5 into concentration of H2O divided by concentration of CH3COOH into concentration of C2H5OH. Clear? അപ്പോൾ concentration of ester into water by concentration of acetic acid into concentration of ethanol. How can we write expression for Kp? നോക്കിക്കോ, അസറ്റിക് ആസിഡ്, എത്തനോൾ, അസറ്റേറ്റ്, ഈത്തൈൽ അസറ്റേറ്റ്, വാട്ടർ. ഈ പറഞ്ഞ എല്ലാ സബ്സ്റ്റൻസസും ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റിൽ സബ്സ്റ്റൻസസ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ Kp എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ഷൻസും പ്രോഡക്റ്റും വേണ്ടേ? പാർഷ്യൽ പ്രഷർ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഗേഷ്യസ് സബ്സ്റ്റൻസ്. സിൻസ് ദർ ഈസ് നോ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്യാസ്, Kp ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ദിസ് പ്രോസസ്. അപ്പോൾ ഇതിനെന്ത് മാത്രമേ ഉള്ളൂ? Kc മാത്രമേ ഉള്ളൂ, Kp ഇല്ല. ഒരു റിയാക്ഷൻ്റെ Kp എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി റിയാക്ടിങ് സബ്സ്റ്റൻസ് മസ്റ്റ് എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ അല്ലേ? എല്ലാവരും ഗ്യാസ് ആവണം നിർബന്ധമില്ല. മിനിമം ഒരു സബ്സ്റ്റൻസ് എങ്കിലും ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. എങ്കിലേ ആ റിയാക്ഷന് Kp ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു റിയാക്ടൻ്റോ ഒരു പ്രോഡക്റ്റോ, അപ്പുറത്തോ ഇപ്പുറത്തോ പ്രോഡക്റ്റിൻ്റെ സൈഡിലോ റിയാക്ടൻ്റെ സൈഡിലോ ഒരു സബ്സ്റ്റൻസ് എങ്കിലും ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്താലേ നമുക്ക് Kpൻ്റെ എക്സ്പ്രഷൻ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ Kp നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം തന്നാൽ നമ്മൾ എങ്ങനെ Kp എഴുതും, എങ്ങനെ Kc എഴുതും, എങ്ങനെ Kp Kc റിലേഷൻ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. നമ്മളിനി ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോവാം. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. CaCO3 ഡീകമ്പോസ് ചെയ്താൽ കാൽഷ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ്. കാൽഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ സോളിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ആയിരിക്കണേ. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഇതിൻ്റെ Kc എഴുതാൻ പോവാം. Kc is equal to product by reaction എന്നല്ല എഴുതേണ്ടത്. സോ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമ്മൾ ബൈ ഡെഫിനിഷൻ വി ഹാവ് ടു റൈറ്റ് Kc is equal to CaO ഇൻറ്റു CO2 ബൈ CaCO3. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും സോളിഡ്സ് ആണ്. നമ്മൾ സാധാരണ ഇതിൽ ആക്റ്റീവ് മാസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചില നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്നല്ലേ അല്ലേ? റിയാക്ഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ആവും. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഉണ്ടാവും. കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ വോളിയം ചേഞ്ച് വേണം. സോളിഡ്സിന് വോളിയം ചേഞ്ച് നമ്മൾ കൺസിഡറബിൾ അല്ലാത്തത് കൊണ്ട് സോളിഡ്സ് സബ്സ്റ്റൻസിൻ്റെ ആക്റ്റീവ് മാസ് ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ സോളിഡ് ഓർ ആക്റ്റീവ് മാസ് ഓഫ് pure liquid is taken as unity. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം, ഒരു പോയിൻ്റ് ആണ് കേട്ടോ. നമ്മളൊരു റിയാക്ഷൻ്റെ Kpൻ്റെ വാല്യൂ Kc എഴുതുമ്പോൾ ഒരു പ്യുവർ സോളിഡോ ഒരു സോളിഡ് സബ്സ്റ്റൻസോ ഒരു പ്യുവർ ലിക്വിഡോ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും ആക്റ്റീവ് മാസ് ഓർ മോളർ കോൺസെൻട്രേഷൻ വിൽ ബി ടേക്കൺ ആസ് യൂണിറ്റി. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക, സോളിഡ് ഉണ്ടോ ലിക്വിഡ് ഉണ്ടോ നോക്കുക. ആ സോളിഡോ ലിക്വിഡോ പ്യുവർ ലിക്വിഡോ ഉണ്ടെങ്കിൽ ആ പ്യുവർ ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും കോൺസെൻട്രേഷൻ ടേംസ് നമ്മുടെ എക്സ്പ്രഷനിൽ വരത്തില്ല.
നോക്കിക്കോ, കാൽഷ്യം ഓക്സൈഡ്, മോളർ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ്, പിയർ സോളിഡ് അല്ലേ, അതിൻ്റെ മോളർ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ്, 1 ആണ്. കാൽഷ്യം കാർബണേറ്റ് ഈസ് ഓൾസോ സോളിഡ്, അതിൻ്റെ മോളർ കോൺസെൻട്രേഷൻ എന്ത് തന്നെയാണ്, 1 ആണ്. സോ എക്സ്പ്രഷൻ ഫോർ Kc ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CO2. അപ്പോൾ ഈ റിയാക്ഷൻ്റെ Kc എക്സ്പ്രഷനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, Kpൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിലോ, Kp ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് പ്രോഡക്റ്റ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടൻ്റ് എന്നാണ്. പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺലി ബൈ ഗ്യാസസ്. ഗേഷ്യസ് സബ്സ്റ്റൻസിന് മാത്രമേ നമുക്ക് എന്താ ആപ്ലിക്കബിൾ പറയാൻ പറ്റുള്ളൂ, പ്രഷർ പറയാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് Kpൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോഴും സോളിഡിനും പ്യുവർ ലിക്വിഡിനും പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെയും പാർഷ്യൽ പ്രഷർ എങ്ങനെ കൺസിഡർ ചെയ്യും, യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റിൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, റിയാക്ടനിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഈ രണ്ടുപേരുടെയും പാർഷ്യൽ പ്രഷർ യൂണിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. Therefore Kp എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് CO2. ഇതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. Kp Kc എക്സ്പ്രഷൻ എഴുതുമ്പോൾ പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും മോളർ കോൺസെൻട്രേഷനും പാർഷ്യൽ പ്രഷറും വിൽ ബി ടേക്കൺ ആസ് യൂണിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1 more എക്സാമ്പിൾ കൂടെ പറയാം. ഇനി ഇവിടെ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ റിയാക്ഷനിൽ ഡെൽറ്റ എൻ എഴുതാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് എന്നാണ്. ഗേഷ്യസ് പ്രോഡക്റ്റിന് നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, ഓൺലി 1. ഇവിടെ 2 പേരുണ്ട്, 1 മോൾ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, 1 മോൾ CO2 ഉണ്ട്. പക്ഷേ ഇൻ ദിസ് കേസ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1 മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? 1 പ്ലസ് 1 2, 2 മൈനസ് 1 അല്ല, ഇവിടെ 1 പ്ലസ് 0 മൈനസ് 0. ഈ 2 പേരും ഗ്യാസ് അല്ല, ഗേഷ്യസ് സബ്സ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് Kpയും Kcയും റിലേഷൻ എങ്ങനെ എഴുതും, Kp ഈക്വൽ ടു Kc ഇൻറ്റു RT the whole rise to delta n, that is RT the whole rise to 1. ഇവിടെ Kp greater than Kc. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിന് C പ്ലസ് CO2 gives 2CO. That is carbon CO2നെ റെഡ്യൂസ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ്റെ Kc എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതേണ്ടി വരും. Kc is equal to active mass or concentration of CO the whole square by concentration of CO2 into concentration of carbon. കാർബണിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ്. സോ Kc is equal to concentration of CO2 square by concentration of CO. Okay, then Kp in the expression of Kp is equal to partial pressure of carbon monoxide. Product carbon monoxide and partial pressure of carbon monoxide the whole square by partial pressure of CO2. മനസ്സിലായല്ലോ. ഇവിടെയും ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 2 minus 1, that is equal to 1. Therefore Kp greater than Kc. അപ്പോൾ എങ്ങനെ ഒരു റിയാക്ഷൻ്റെ Kp എഴുതും, എങ്ങനെ ഒരു റിയാക്ഷൻ്റെ Kc എഴുതും, എങ്ങനെ നമ്മൾ Kp Kc റിലേഷൻ കണ്ടുപിടിക്കും എന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ എക്സാമ്പിൾസ് ആയി. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വേറെയും ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടാവും. അതൊക്കെ വായിച്ച് Kp Kcൻ്റെ എക്സ്പ്രഷൻ ഏതാണെന്ന് നോക്കൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിനെ കുറിച്ചാണ്, Kcയും Kpയും. ഓക്കെ, എന്താണ് Kc എന്ന് മനസ്സിലായി, എന്താണ് Kp എന്ന് മനസ്സിലായി, അവർ നമ്മളെ കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒരു റിയാക്ഷൻ തന്നാൽ എങ്ങനെ Kc എഴുതും, എങ്ങനെ Kp എഴുതും, അവർ നമ്മളെ കണക്ഷൻ കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിന് കുറേ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട് Kpയ്ക്കും Kcയ്ക്കും. സോ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ്റെ Kc വാല്യൂ എഴുതുന്നു വിചാരിക്കാം. ഓക്കെ, Kc എഴുതുന്നു അല്ലെങ്കിൽ Kp എഴുതുന്നു. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ Kc വാല്യൂ ആൻഡ് Kp വാല്യൂ ആർ കോൺസ്റ്റൻറ്റ്സ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ദാറ്റ് ഈസ് Kc ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്
ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് എഴുതുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിങ്ങൾ റിയാക്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിന് പറഞ്ഞ പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ഇതാണ്: അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇഫ് ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം, ക്ലിയർ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇഫ് ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം ദെൻ the concentration of product, the ratio of product, concentration of product and concentration of reactants remains constant. ആ കോൺസ്റ്റൻ്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഈ ലോയ്ക്ക് പറഞ്ഞ പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ടെമ്പറേച്ചർ മാറിയില്ല എങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കെ സി ഓഫ് ദ റിയാക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനോ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനോ എങ്ങനെ ചേഞ്ച് ചെയ്താലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കെ സി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ട് മാറുന്നില്ല എന്നൊക്കെ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഇത്രയേ ഓർത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കെ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതുപോലെ തന്നെയാണ് കെ പി, ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് പ്രോഡക്റ്റ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് നമ്മൾ എഴുതുന്നത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ the ratio of partial pressure of product and partial pressure of reactant remains constant. Okay, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ്, Kp and Kc of a particular reactions remains constant at a particular temperature or they are constant at a particular temperature. Clear? നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു റിയാക്ഷൻ്റെ Kpയും Kcയും ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷറാണ്. അതായത് ഇവിടെ അത് ചെറുതായിട്ടൊന്ന് പറയാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം ഞാൻ പറഞ്ഞു കെ സി ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇഫ് യു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, നിങ്ങളിവിടെ കുറച്ചുകൂടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടിയില്ലേ, കറസ്പോണ്ടിങ്ങിൽ അതെന്ത് ചെയ്യും, റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനും കൂട്ടിയിട്ട് കെ സി കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ച് റിയാക്റ്റൻറ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയാൽ റിയാക്ഷൻ്റെ കെ സി മാറില്ല. അതുപോലെ തന്നെ ഇവിടെയും പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ കെ സിൻ്റെയും കെ പിൻ്റെയും എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷനും പാർഷ്യൽ പ്രഷറും ഉണ്ടെങ്കിലും ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് പാർഷ്യൽ പ്രഷർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ പി ആൻഡ് കെ സി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ. അപ്പോൾ കെ പിയും കെ സിയും കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യില്ല, പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ദാറ്റ് ഈസ് ഈവൻ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ് ഇസ് ചേഞ്ച്ഡ്, കെ സി വിൽ ബി കോൺസ്റ്റൻറ്റ്. ഈവൻ ഇഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ് ഇസ് ചേഞ്ച്ഡ്, ദാറ്റ് ഈസ് കെ പി ആൻഡ് കെ സി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പാർഷ്യൽ പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കെ പി and Kc depends only on temperature. അപ്പോൾ കെ പിയും കെ സിയും മാറണമെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം? ആ റിയാക്ഷൻ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടെമ്പറേച്ചർ മാറ്റേണ്ടി വരും. അപ്പോൾ ടെമ്പറേച്ചർ മാറിയാൽ അല്ലാതെ വേറെ ഏത് ക്രൈറ്റീരിയ മാറിയാലും കെ പിയും കെ സിയും ചേഞ്ച് ചെയ്യില്ല. സോ കെ പി ആൻഡ് കെ സി ചേഞ്ചസ് ഓൺലി വിത്ത് ടെമ്പറേച്ചർ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അത് കെ പി ആയാലും ശരി കെ സി ആയാലും ശരി. പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? ദെൻ ഈ കെ പിൻ്റെയും കെ സിൻ്റെയും വാല്യൂ, നമ്മളൊരു റിയാക്ഷൻ പെർഫോം ചെയ്തു, ആ റിയാക്ഷൻ്റെ കെ സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കെ പിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആ കെ സിൻ്റെയും കെ പിൻ്റെയും വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ പ്രോഡക്റ്റ് ഫേവറബിൾ ആവണോ, റിയാക്റ്റൻറ്റ് ഫേവറബിൾ ആണോ. നമ്മളിപ്പോൾ ഒരു റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നും ഇതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഈ റിയാക്ഷനിൽ ഇഫ് ദ റിയാക്ഷൻ ഈസ് പ്രോഡക്റ്റ് ഫേവേർഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലെന്ന് വിചാരിക്കുക. ഇഫ് ദ റിയാക്ഷൻ ഈസ് പ്രോഡക്റ്റ് ഫേവേർഡ് ദെൻ റേറ്റ് ഓഫ് ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കുക.
മനസ്സിലാണോ? അപ്പോൾ ഇക്വിലിബ്രിയം റീച്ച് ആവുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫോർവേഡ് റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും സ്റ്റാർട്ടിങ്ങിൽ, അതിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ കുറയും, ബാക്ക്വേർഡിൻ്റെ സ്പീഡ് കൂടും. ഒരു പർട്ടിക്കുലർ ടൈമിലെത്തുമ്പോൾ ഈ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഈക്വൽ ആവും. ആ സിറ്റുവേഷൻ നമ്മൾ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയുമെന്ന് പറഞ്ഞു. പക്ഷേ റിയാക്ഷൻ മോർ പ്രോഡക്റ്റ് ഫേർവേഡ് ആണെങ്കിൽ ഒത്തിരി പ്രോഡക്റ്റ് ഫോം ചെയ്ത ശേഷമായിരിക്കും ഈ പറഞ്ഞ ഇക്വിലിബ്രിയം റീച്ച് ആവുക. പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? ശരിക്കും മനസ്സിലാക്കി എടുത്തോട്ടാ. അപ്പോൾ പ്രോഡക്റ്റാണ് മോർ സ്റ്റേബിൾ എങ്കിൽ ഈ റിയാക്ടൻ്റ് ഒത്തിരി പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമായിരിക്കും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവുക. ഇപ്പോൾ നമ്മൾ കെ പിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ, അല്ലെ കെ പിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ്റ് എന്നല്ല എഴുതുക. ഫോർ എനി റിയാക്ഷൻ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ കൂടുതൽ പ്രോഡക്റ്റ് ഫേവേർഡ് ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് റിയാക്ടിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും, ആണല്ലോ. അപ്പോൾ കെ സിൻ്റെ കെ പിൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്കത് കംപ്ലീഷൻ ആണോ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കിയാൽ, ഇഫ് ദ വാല്യൂ ഓഫ് കെ പി ഓർ കെ സി, if the value of equilibrium constant is greater than 10 raised to 3, ഫസ്റ്റ് കേസാണ്. നമ്മളൊരു റിയാക്ഷൻ്റെ കെ സി കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കെ സി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കെ സിയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഓർഡർ ഓഫ് 10 raised to 3. അപ്പോൾ 10 raised to 3നേക്കാളും കൂടണമെങ്കിൽ, കെ സിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ എന്ത് കൂടണം? ന്യൂമറേറ്റർ കൂടണം. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ടിൻ്റെ കോൺസെൻട്രേഷനേക്കാളും വല്ലാണ്ട് കൂടിയാലാണ് കെ സിൻ്റെ വാല്യൂ 10 raised to 3നേക്കാളും കൂടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ റിയാക്ഷൻ ഈസ് പ്രോഡക്റ്റ് ഫേവേർഡ്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഫേവേർഡ് ആണ്. ഒരു കാര്യം കൂടെ മനസ്സിലായി, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എല്ലാ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. ദാറ്റ്സ് വൈ ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് വെരി ഹൈ. അപ്പോൾ പ്രോഡക്റ്റ് ഫേവേർഡ് ആൻഡ് ദ റിയാക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു കംപ്ലീറ്റ്. അപ്പോൾ കെ സിൻ്റെ വാല്യൂ 10 raised to 3നേക്കാളും വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദ റിയാക്ഷൻ ഈസ് ജസ്റ്റ് അബൌട്ട് ടു കംപ്ലീറ്റ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അവിടെ പ്രോഡക്റ്റ് എല്ലാ റിയാക്ടൻ്റ് എല്ലാം പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. റിയാക്ടൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. റിയാക്ഷൻ പ്രോഡക്റ്റ് ഫേവേർഡ് ആണ്. ഓക്കെ, സെക്കൻഡ് കേസ്, ഇഫ് ദ വാല്യൂ ഓഫ് കെ സി ഈസ് ലെസ് ദാൻ 10 raised to -3. കെ സിൻ്റെ വാല്യൂ 10 raised to -3നേക്കാളും കുറവാണെന്ന് വിചാരിക്കുക. 10 raised to - നമുക്കറിയാം 1/1000. അപ്പോൾ 10 raised to -3നേക്കാളും കുറവാണെങ്കിൽ റിയാക്റ്റൻ്റ് വല്ലാണ്ട് കൂടണം, പ്രോഡക്റ്റ് വല്ലാണ്ട് കുറയണം. അപ്പോൾ ഇത് വളരെ കുറവും ഇത് വല്ലാണ്ട് കൂടുതലാണെങ്കിലാണ് കെ സി ഈസ് വെരി സ്മോൾ, 10 raised to -3നേക്കാളും കുറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി? റിയാക്ഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ പ്രോഡക്റ്റ് ഫേവേർഡ്, ഇറ്റ് ഈസ് റിയാക്റ്റൻ്റ് ഫേവേർഡ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻ്റ് എങ്ങോട്ട് മാറില്ല, ഇങ്ങോട്ട് ഫോർവേഡ് റിയാക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറയും. ഓക്കെ, എല്ലാ റിയാക്റ്റൻ്റ് അങ്ങനെ തന്നെ ഇരിക്കും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അവിടെ പ്രോഡക്റ്റ് ഉണ്ടാവുമെങ്കിലും ഉണ്ടായ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് റിയാക്റ്റൻ്റ് ഫേവേർഡ് ആണ്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഹാർഡ്ലി ഒക്കേഴ്സ്. റിയാക്ഷൻ ഹാർഡ്ലി ഒക്കേഴ്സ് എന്ന് വെച്ചാൽ റിയാക്ഷൻ അങ്ങനെ നടക്കണില്ല. റിയാക്ഷൻ നടന്നിരുന്നുവെങ്കിൽ റിയാക്റ്റൻ്റ് കൂടുതലായിട്ട് മാറിയാനെ, പ്രോഡക്റ്റായിട്ട് മാറിയാനെ. നടക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ കെ സിൻ്റെ വാല്യൂ വല്ലാണ്ട് കൂടിയാൽ ഓൾമോസ്റ്റ് എല്ലാ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റായിട്ട് മാറി റിയാക്ഷൻ ഈസ് ജസ്റ്റ് എബൌട്ട് ടു കംപ്ലീറ്റ്. കെ സിൻ്റെ വാല്യൂ വല്ലാണ്ട് കുറവാണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, റിയാക്ഷൻ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് റിയാക്ഷൻ, ആ റിയാക്ഷൻ ഈസ് റിയാക്റ്റൻ്റ് ഫേവേർഡ്. മൂന്നാമതൊരു കണ്ടീഷൻ കൂടെ നമുക്ക് പറയാം. ഇഫ് ദ വാല്യൂ ഓഫ് കെ സി ഈസ് ഇൻ ബിറ്റ്വീൻ 10 raised to -3 to 10 raised to 3, രണ്ടിനും ഇടയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റും ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഒത്തിരി ഹൈയും അല്ല ഒത്തിരി ലോയും അല്ല. മനസ്സിലാണുണ്ടോ? അപ്പോൾ അവിടെ പ്രോഡക്റ്റിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്, റിയാക്റ്റൻറ്റിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. രണ്ടുപേരുണ്ട്. കുറച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതേ രീതിയിൽ റിയാക്റ്റൻറ്റുണ്ട്. അപ്പോൾ കൺസിഡറബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ട്. ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ബാക്ക്വേർഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഹാപ്പനിങ് ഇൻ സം
സം എക്സ്റ്റെൻറ്റ്. ക്ലിയർ? അപ്പോൾ 3 കണ്ടീഷനാണ്. കേസിൻ്റെ വാല്യൂ വെച്ചിട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ, റിയാക്ഷൻ നടക്കുന്നുണ്ടോ, അതോ ഒട്ടും നടക്കാണ്ടിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കെ സിൻ്റെയും കെ പിൻ്റെയും വാല്യൂ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഫീച്ചർ, ഈ കെ പിൻ്റെയും കെ സിൻ്റെയും യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, യൂണിറ്റ് ഓഫ് കെ സി ആൻഡ് കെ പി, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കെ സിനും കെ പിനും ആക്ച്വലി ദേ ആർ യൂണിറ്റ്ലെസ്. എന്താ കാരണം എന്നറിയാം? കെ സി നമ്മൾ എങ്ങനെ എഴുതുക? കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്നല്ല എഴുതുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ സ്ക്വയർ ബ്രാക്കറ്റ് ടേം ഇല്ലേ, ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്റ്റീവ് മാസ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റനിൽ ഈ ടേംസ് കണ്ടാലേ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബോത്ത് ആക്റ്റീവ് മാസ് ആൻഡ് ആക്ടിവിറ്റി represents molar concentration. അപ്പോൾ ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാലും ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും രണ്ടുപേരും എന്ത് തന്നെയാണ്? മോളാർ കോൺസെൻട്രേഷൻ തന്നെയാണ്. ഓക്കെ, ഈ ആക്റ്റീവ് മാസും ആക്ടിവിറ്റിയും യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ആക്റ്റീവ് മാസിന് യൂണിറ്റ് ഇല്ല, ആക്ടിവിറ്റിക്കും യൂണിറ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കെ പി ആൻഡ് കെ സി ആർ യൂഷ്വലി യൂണിറ്റ്ലെസ്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ യൂസിനൊക്കെ നമ്മൾ ഈ ആക്റ്റീവ് മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് മോളാർ കോൺസെൻട്രേഷൻ്റെ ടേമിലാണ്. ആൻഡ് ദിസ് മോളാർ കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് മൊളാരിറ്റി എം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആക്റ്റീവ് മാസിൻ്റെ ടേമിലോ ആക്ടിവിറ്റിയുടെ ടേമിലോ ആണ് നിങ്ങൾ കെ പിയും കെ സിയും റെപ്രസെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കെ പി ആൻഡ് കെ സി ആർ യൂണിറ്റ്ലെസ്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ, അതായത് പ്രാക്ടിക്കലി നമ്മൾ കെ സി പറയുമ്പോൾ ഈ പറഞ്ഞ ആക്റ്റീവ് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മൊളാരിറ്റീൻ്റെ ടേമിലാണ്. മൊളാരിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ കെ സിക്ക് യൂണിറ്റ് ഉണ്ടാവും. നോക്കിക്കോ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. N2 + 3H2 gives 2NH3. ഈ റിയാക്ഷൻ്റെ കെ പിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതും? കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് NH3 the whole square by partial pressure of nitrogen into partial pressure of hydrogen the whole cube. If the partial pressures of reactants and products are expressed in terms of ATM, atmospheric pressure ന്റെ ടേമിലാണ് ഞാൻ ഈ പറഞ്ഞ പാർഷ്യൽ പ്രഷർ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് എങ്ങനെ എഴുതും? ATM square by ATM into ATM raised to 3. അത് സിംപ്ലിഫൈ ചെയ്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു ATM square by ATM raised to 4. That becomes ATM raised to -2. മനസ്സിലായി? ആ -2 നമുക്ക് ഇങ്ങനെയും പറയാം. ഈ -2 ഡെൽറ്റ എൻ ജി അല്ലേ? ദാറ്റ് ഈസ് 2 - 4 അല്ലേ? -2 2 - 3 + 1. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? കെ പിയുടെ യൂണിറ്റ് പ്രഷറിൻ്റെ യൂണിറ്റ് റൈസ് ടു ഡെൽറ്റ എൻ ആണ്. നിങ്ങൾക്കിത് ഇപ്പോൾ പ്രഷർ ബാറിൽ എക്സ്പ്രസ് ചെയ്തു വിചാരിക്കും. അപ്പോൾ ബാർ സ്ക്വയർ ബാർ ഇൻറ്റു ബാർ റൈസ് ടു 3, അപ്പോൾ ബാർ റൈസ് ടു -2. അപ്പോൾ പ്രഷർ എന്ത് യൂണിറ്റിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ആ യൂണിറ്റിൻ്റെ പവറായിട്ട് എന്ത് വരും? ഡെൽറ്റ എൻ വരും. ഇതുപോലെ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ കെ സിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ concentration of NH3 square by concentration of N2 into concentration of H2 cube. If concentration is expressed in terms of molarity, then the unit will be mole per liter. Okay, അപ്പോൾ mole per liter the whole square by mole per liter into mole per liter the whole cube. Okay, that is mole per liter the whole square by mole per liter the whole raised to 4. That is equal to mole per liter the whole raised to -2. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. കെ പിൻ്റെ ആയാലും ശരി കെ സിൻ്റെ ആയാലും ശരി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ
യൂണിറ്റ് ഓഫ് കെ പി ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് പ്രഷർ. തൽക്കാലം ഞാനത് എ ടി എം എടുക്കുന്നുണ്ട്. എ ടി എം ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ആൻഡ് യൂണിറ്റ് ഓഫ് കെ സി ഈസ് mole per liter the whole rise to delta n. These are the unit of Kp and Kc, where delta n is equal to number of moles of gaseous product minus number of moles of gaseous reactants. Is that clear? പക്ഷേ ഓർക്കണം, സാധാരണഗതിയിൽ ഈ രണ്ടുപേരും യൂണിറ്റ്ലെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കെ പി ആൻഡ് കെ സി? എന്തൊക്കെയാണ് കെ പിൻ്റെയും കെ സിൻ്റെയും ഫീച്ചേഴ്സ്? ശരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ പറഞ്ഞ കെ പിയും കെ സിയും ഒരു റിയാക്ഷൻ്റെ സ്റ്റോഷിയോമെട്രി ആയിട്ട് കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഇക്വേഷൻ എഴുതുന്ന രീതി, ഇക്വേഷൻ എഴുതുന്ന മാനറിനെ ഡിപ്പെൻഡ് ചെയ്ത് കെ പി കെ സി ചേഞ്ച് ആവാം. സോ ഹൗ ദിസ് കെ പി ആൻഡ് കെ സി ആർ കണക്റ്റഡ് വിത്ത് സ്റ്റോഷിയോമെട്രി എന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് ദ കണക്ഷൻ ഓഫ് ദ സ്റ്റോഷിയോമെട്രി ടു Kp as well as Kc. ഓക്കെ, അപ്പോൾ കുറേ നമുക്ക് 2-3 പോയിന്റ്സ് പറയാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഐ ആം ഹാവിങ് എൻ ഇക്വേഷൻ എ ഗീവ്സ് ബി. എ ബി ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ എന്താണ്? എ ഗീവ്സ് ബി എന്നാണ്. ഇതിൻ്റെ കെ സി വാല്യൂ നമ്മൾ എങ്ങനെ എഴുതാം? കെ സി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ബൈ റിയാക്ഷൻ എന്നല്ല എഴുതണ്ടേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ഇതാണ് റിയാക്ഷൻ. നമ്മൾ സിമ്പിൾ റിയാക്ഷൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എ ഗീവ്സ് ബി എന്നാണ്, അതിൻ്റെ കെ സി വാല്യൂ ബി ബൈ എ എന്നാണ്. ഓക്കെ, ഞാൻ ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു. ഇപ്പോൾ എ റിയാക്ടൻ്റ് ബി പ്രോഡക്റ്റുമാണ്. തിരിച്ച് ഞാൻ ബീനെ എടുത്ത് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇഫ് ദ ഇക്വേഷൻ ഈസ് റിവേഴ്സ്ഡ്, ഇക്വേഷൻ റിവേഴ്സ് ചെയ്താൽ ഇപ്പോൾ റിയാക്ടൻ്റ് ബിയും പ്രോഡക്റ്റ് എന്താണ്? എയും. ബി ഗീവ്സ് എ എന്നാണ്. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ മാറി, അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറും. ഞാനത് കെ സി ഡാഷിന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, അപ്പോൾ എ ഗീവ്സ് ബി എന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബി ബൈ എയും, ബി ഗീവ്സ് എ എന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എ ബൈ ബി ആണല്ലോ. ഇവർ തമ്മിൽ എന്താ കണക്ഷൻ നോക്കിക്കോ. കെ സിയും കെ സി ഡാഷും തമ്മിൽ എന്താ കണക്ഷൻ? ഈ കെ സിൻ്റെ റെസിപ്രോക്കൽ, കെ സിനെ തിരിച്ചിട്ട സാധനമല്ലേ കെ സി ഡാഷ്. ദാറ്റ് ഇസ് റെസിപ്രോക്കലാണ് കെ സി ഡാഷ്. അപ്പോൾ നമുക്ക് പറയാം കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു 1 ബൈ കെ സി. അതായത് ഇത് നിങ്ങൾ ഇത് കെ സി ഡാഷ് ആണ്, ഇത് 1 ബൈ കെ സി ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം ചോദിക്കുന്ന കോൺസെപ്റ്റാണ്. ഒരു റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന പുതിയൊരു റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു റിയാക്ഷനെ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആ മുന്നത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ശരിക്കും ഓർത്ത് വയ്ക്കുക. Okay, when a reaction is reversed, then the new equilibrium constant will be the reciprocal of the first equilibrium constant. This is number 1. That is, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ പിയും കെ സിയും സ്റ്റോഷിയോമെട്രിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, റിയാക്ഷൻ ഇക്വേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ മാറുന്നതനുസരിച്ച് കെ പിയും കെ സിയും എങ്ങനെ മാറും. ഇതൊരു തിയറിറ്റിക്കൽ സംഭവങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ. When an equation is reversed, then the new equilibrium constant will be the reciprocal of the first equilibrium constant. ഓക്കെ, കണ്ടീഷൻ നമ്പർ 2. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എ ഗീവ്സ് ബി എന്നായിരുന്നു. ഞാൻ ആ റിയാക്ഷൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസിനെ ട്വൈസ് ആക്കാൻ പോവാം. ദാറ്റ് ഈസ് 2 ടൈംസ് ആക്കാൻ പോവാം. അപ്പോൾ ഇഫ് ദ റിയാക്ഷൻ ഈസ് ലൈക്ക് ദിസ്, 2A gives 2B, റിയാക്ഷൻ മാറി. ദാറ്റ് ഈസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് മാറി. അങ്ങനെയാണെങ്കിൽ കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ the whole square. This is Kc dash. What is B by A? It is Kc. Okay, let it be number 1. അപ്പോൾ നമുക്ക് പറയാം Kc dash is equal to Kc square.
Kc dash is equal to Kc square. നിങ്ങൾ ആ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വിചാരിക്കും. 3a gives 3b എന്നാണെങ്കിൽ പവർ ആയിട്ട് എന്ത് വരും? 3 വരും. അപ്പോൾ Kc dash is equal to Kc ക്യൂബ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി ദ സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ നമ്പർ 3. അപ്പോൾ ഒരു ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത തേർഡ് കണ്ടീഷൻ നമ്പർ 3, ഞാൻ ഈ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഹാഫ് ആക്കാൻ പോവാം. അപ്പോൾ ഹാഫ് എ ഗിവ്സ് ഹാഫ് ബി ഇങ്ങനെ വരുമല്ലോ. കെ സി ഡാഷ് എഴുതി നോക്കിക്കോ. കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ദ ഹോൾസ് റൈസ് ടു 1/2. ഈ പറഞ്ഞ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്താണോ ദാറ്റ് മസ്റ്റ് ബി റേസ്ഡ് ആസ് ദ പവർ. ഓക്കെ, അപ്പോൾ ബി റൈസ് ടു 1/2 ബൈ എ റൈസ് ടു 1/2. This is equal to concentration of B by concentration of A, the whole rise to 1/2. Okay, we know A rise to 1/2 is equal to square root of A. Root A ക്ക് പറയുന്ന വേറൊരു റെപ്രസെൻറ്റേഷൻ ആണ് റൈസ് ടു 1/2. അപ്പോൾ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ the new equilibrium constant Kc dash will be equal to the square root of the first one. Sorry, will be equal to the square root of the first one. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു വിചാരിക്കും. അപ്പോൾ 1/3 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ദ ഹോൾ റൈസ് ടു 1/3 ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് വരും. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. തേർഡ് വൺ, ദെൻ നമ്പർ 4. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇതാണ്. ഇനി പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ റിയാക്ഷൻ എന്തായിരുന്നു? എ ഗീവ്സ് ബി എന്നായിരുന്നു. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബി ബൈ എ എന്നാണ്. നൗ ഐ എം ഗോയിങ് ടു, ഇപ്പോൾ നാലാമത്തെ കണ്ടീഷനാണ്, ഐ എം ഗോയിങ് ടു കണ്ടക്ട് ദിസ് ഇക്വേഷൻ, ദിസ് റിയാക്ഷൻ, ഐ എം ഗോയിങ് ടു പെർഫോം ദിസ് റിയാക്ഷൻ ഇൻ 2 ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇപ്പം ഞാൻ എ ഡയറക്റ്റ് ആയിട്ട് ബി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ റിയാക്ഷനെ 2 ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ പെർഫോം ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു കൺവേർട്ട് എ ഇൻറ്റു സി. സെക്കൻഡ് സ്റ്റെപ്പിൽ സീനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ബി. ഓക്കെ, അപ്പോൾ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്? എ ബി ആയിട്ട് മാറിയിട്ടേ. എനെ പക്ഷെ ഞാൻ ആദ്യം സി ആയിട്ട് കൺവേർട്ട് ചെയ്തു, സീനെ പിന്നെ ഞാൻ ബി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഇസ് 2 സ്റ്റെപ്സിലാണ് ഞാൻ ഈ റിയാക്ഷൻ പെർഫോം ചെയ്തേക്കണേ. സോ വി ക്യാൻ സേ ദിസ് റിയാക്ഷൻ ഈസ് ദ സം ഓഫ് ദീസ് 2 റിയാക്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc1 എങ്ങനെ എഴുതും? Kc1 എന്ന് എഴുതിയില്ലെങ്കിൽ K1 എന്ന് എഴുതിയാൽ K1 എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ K2 എന്ന് എടുത്താൽ ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി, പ്രോഡക്റ്റ് ബൈ റിയാക്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഈ 2 പേരെയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു വിചാരിക്കാം. ഇതായിരുന്നു നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിന് ഞാൻ 2 സ്റ്റെപ്സിൽ പെർഫോം ചെയ്തതാണ്. അപ്പോൾ 2 സ്റ്റെപ്പിനും 2 ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ടാവേ. അപ്പോൾ ഈ റിയാക്ഷന് 2 ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ പെർഫോം ചെയ്തതാണ്. 2 ഡിഫറെൻറ്റ് സ്റ്റെപ്സിനും 2 ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിനെ നമ്മുടെ ബേസിക് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റോട് കമ്പയർ ചെയ്താൽ K1 ഇൻറ്റു K2 ഞാൻ ചെയ്യാണ്ട് നോക്കിയാൽ ഇതിനെങ്ങനെ ഇങ്ങനെയായിട്ട് മാറുന്നതാണ്. K1 എന്തായിരുന്നു? സി ബൈ എ ഇൻറ്റു ബി ബൈ സി. ഓക്കെ, സി ക്യാൻസൽ ചെയ്ത് പോയി. ഇതെന്താ കിട്ടി? കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. അതല്ലയോ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. ഓക്കെ, 3 സ്റ്റെപ്പിൽ പെർഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു റിയാക്ഷന് 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ ഞാൻ പെർഫോം ചെയ്താൽ ആ ഓരോ റിയാക്ഷനും ഓരോ സ്റ്റെപ്പിനും ഓരോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു K3. അതായത് ഒരു റിയാക്ഷൻ എത്ര സ്റ്റെപ്സിൽ പെർഫോം ചെയ്യുന്നുണ്ടോ
ആ ഓരോ സ്റ്റെപ്സിൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ആ നെറ്റ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇഫ് എ റിയാക്ഷൻ ഈസ് പെർഫോംഡ്, if a reaction is conducted in 4 different steps, then we can say the net equilibrium constant Kc is equal to K1 into K2 into K3 into K4. That is K1, K2, K3 and K4 are 4 different equilibrium constants of the 4 different steps. Clear? അപ്പോൾ ഇതാണ് എന്താണ് ഡിപ്പെൻഡൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് Kp and Kc ഓൺ സ്റ്റോഷിയോമെട്രി. ഇപ്പോൾ Kp എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, Kpയും Kc എങ്ങനെ സ്റ്റോഷിയോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മുടെ Kcൻ്റെ റെസിപ്രോക്കൽ 1/Kc എന്നാവും. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിൽ ബി ദ സ്ക്വയർ ഓഫ് ദി ഫസ്റ്റ് വൺ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിനെ നിങ്ങൾ കോൺസെൻട്രേഷൻ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിൽ ബി ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി ഫസ്റ്റ് വൺ. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ക്യൂബ് റൂട്ട് ആവും. ആൻഡ് ഇഫ് ദ റിയാക്ഷൻ ഈസ് കണ്ടക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, then the equilibrium constant is equal to the product of the equilibrium constants of the individual steps. Okay, ഇതാണ് ഡിപ്പെൻഡൻസ് ഓഫ് Kc and Kp on stoichiometry. ഓക്കെ, അപ്പോൾ Kp Kc എന്താണെന്ന് മനസ്സിലായി, എങ്ങനെ എക്സ്പ്രഷൻ ചെയ്തു മനസ്സിലായി, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് മനസ്സിലായി, ഹൗ ദിസ് Kp and Kc ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റോഷിയോമെട്രി എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.